ശക്തമായ ഒരു ഇമോഷണൽ വിഡ്രോവിങ് നമ്മളിൽ സംഭവിക്കുകയാണ്. ഒരു നെഗറ്റീവ് എനർജി നമ്മളിൽ കൂടുകെട്ടാൻ പോവുകയാണ്. കൂടുകെട്ടി കഴിഞ്ഞു. ഈ സമയത്ത് നമ്മുടെ മനസ്സ് ശാന്തമല്ല, എപ്പോഴും ദേഷ്യമായിരിക്കും എന്നുള്ളതാണ്. ഈ സമയത്ത് നമ്മൾക്ക് പ്രകൃതിയോടും, അതായത് യൂണിവേഴ്സിനോടും, നമ്മളുടെ വിശ്വസിക്കുന്ന ഗോഡിനോടുമുള്ള ഒരു കണക്ഷൻ തന്നെ വിട്ടുപോകുമെന്നുള്ളതാണ്. പ്രാർത്ഥനയ്ക്കോ മെഡിറ്റേഷനോ ഒന്നും നമ്മൾ യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കുകയില്ല എന്നുള്ളതാണ്. ദേഷ്യം, അരിശം, എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ തോന്നുക, അതായത് ഇമോഷണൽ വിഡ്രോവിങ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നെഗറ്റിവിറ്റി ആയി കഴിഞ്ഞു. ഇതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അരുതാത്തത്, നിങ്ങൾക്ക് യോജിക്കാത്ത എന്തോ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ ഗോഡ് നിങ്ങളെ ഗോഡിനെ വിളിക്കുന്നതിൽ നിന്നും, പ്രാർത്ഥിക്കുന്നതിൽ നിന്നും, അല്ലെങ്കിൽ യൂണിവേഴ്സിന് വിശ്വസിക്കുന്നതിൽ നിന്നും, എല്ലാത്തിൽ നിന്നും നിങ്ങളെ ഒന്ന് ഒരു ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുപോയത് അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ മനസ്സിനെ വീണ്ടെടുക്കുകയും വീണ്ടും ശാന്തമായൊരവസ്ഥയിലേക്ക് വരികയും പ്രെയറിന് സ്ഥാനം കൊടുക്കുക, മെഡിറ്റേഷന് സ്ഥാനം കൊടുക്കുക, മനസ്സ് ഗ്രൗണ്ടഡ് ആയിരിക്കുക, മനസ്സിൽ സന്തോഷം നിറയ്ക്കുക, ഒരു പോസിറ്റിവിറ്റി മനസ്സിൽ കൊണ്ടുവരിക. ഇതെല്ലാമാണ് നിങ്ങൾ ചെയ്യേണ്ടത്.